ഇന്നൊരു 4 മണി പലഹാരമാണേ. അപ്പോൾ ദാ ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒരു കപ്പ് റവയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ആവശ്യത്തിന് മധുരം ഇതിനകത്തേക്ക് ചേർക്കണം. പിന്നെ ഒരു മുട്ട ചേർക്കണം. അതിന് ശേഷം അതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും 2 ഏലക്ക പൊടിച്ചതും കൂടെ നമ്മളതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് ഭയങ്കര സ്ലോയിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ദാ ഈ ഒരളവിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം കുഴച്ച് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മളിതാ ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. ഭയങ്കര നൈസായിട്ടല്ല, അല്പം കട്ടിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ മുറിച്ചെടുത്ത പീസ് നമ്മളിതാ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടേ. അത് മുറിച്ചങ്ങ് കളയണില്ല, ആ മുറിച്ച് കളയാണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്കിട്ട് ചെറിയ തീയിൽ നമ്മളിത് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായില്ല എന്താണ് സംഭവമെന്ന്. ഇത് വെട്ട് കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചെറിയ തീയിലിടുന്നത് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.